എന്ന് പറഞ്ഞിട്ട് ഇനി തുടങ്ങാണ്. എന്തൊക്കെയാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ചെയ്തത്? സ്വന്തക്കാർക്ക് പൊതു ഖജനാവിൽ നിന്ന്, മുസ്ലിമീങ്ങളുടെ പൊതു സ്വത്തിൽ നിന്ന് സ്വന്തക്കാർക്ക് ഇഷ്ടം പോലെ വാരി ഭരിച്ചാണ് ധർമ്മം ചെയ്തത് ഉസ്മാൻ. നോക്കണം നിങ്ങൾ, തന്റെ ആളുകൾക്ക് വേണ്ടി വാരിക്കോരി കൊടുത്തു. ഹസരത്ത് ഉസ്മാൻ തന്റെ ജാമാതാവായ ഹാരിസ് ഇബ്നുൽ ഹക്കമിന് അദ്ദേഹത്തിന്റെ വിവാഹ ദിവസം ബൈത്തുൽ മാലിൽ നിന്ന് 2 ലക്ഷം ദിർഹം ദാനം നൽകി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്ത പണികൾ അതൊക്കെ പുസ്തകത്തിന്റെ 283-ാമത്തെ പേജിൽ കാണാം. എന്താ പറഞ്ഞത്? ഹസരത്ത് ഉസ്മാൻ തന്റെ ജാമാതാവായ ഹാരിസ് ഇബ്നുൽ ഹക്കമിന് അദ്ദേഹത്തിന്റെ വിവാഹ ദിവസം ബൈത്തുൽ മാലിൽ നിന്ന് 2 ലക്ഷം ദിർഹം ദാനം നൽകി. സ്വന്തം കുടുംബാണേ. മകളെ ഭർത്താവിന് എത്രയാ കൊടുത്തത്? 2 ലക്ഷം ദിർഹം വിവാഹത്തിന്റെ ദിവസം. ഉസ്മാന്റെ പോക്കറ്റിൽ നിന്നല്ല, ഇവരുടെ ഭാഷയിൽ ആരുടെ പോക്കറ്റിൽ നിന്നാ? മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്തിൽ നിന്ന് എടുത്താണ് കൊടുത്തു. നേരം പുലർന്നപ്പോൾ മുസ്ലിംകളുടെ പൊതു ഖജാനയുടെ സൂക്ഷിപ്പുകാരൻ സെയ്ദ് ബിൻ അർഖം ദുഃഖഭാരവശ്യത്താൽ മുഖം വിവർണനായി അശ്രുധാരകൾ പൊഴിച്ചുകൊണ്ട് ഉസ്മാന്റെ സന്നിധിയിൽ ഹാജരായി. ഈ വിവരമറിഞ്ഞിട്ട് അന്നത്തെ ഖജനാവിന്റെ സൂക്ഷിപ്പുകാരനായ, അന്നത്തെ പൊതു ഖജാനയുടെ സൂക്ഷിപ്പുകാരനായ ഖജാൻജിയായിരുന്നു ആര്? ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു. അദ്ദേഹം ദുഃഖത്തോടുകൂടി കണ്ണുനീര് വഴിച്ചുകൊണ്ട് ഉസ്മാന്റെ സന്നിധിയിൽ ഹാജരായി. തന്നെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് അദ്ദേഹം ഖലീഫയോട് അപേക്ഷിച്ചു. ഇതേ കാരണം മുസ്ലിംകളുടെ പൊതു ഖജനാവിൽ നിന്ന് ജാമാതാവിന് താൻ നൽകിയ പാരിതോഷികമാണ് സെയ്ദിന്റെ രാജിക്ക് കാരണം എന്നറിഞ്ഞപ്പോൾ അത്ഭുതഭാവേന അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്റെ കുടുംബബന്ധം ചേർത്തതുകൊണ്ടാണോ സെയ്ദ് ബിൻ അർഖം നീ കരയുന്നത്? ഇസ്ലാമിന്റെ നിശ്ചിതമായ ആത്മാവിനെ കുറിച്ച് ബോധവാനായ ആ മഹിതാശയൻ മറുപടി പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, തീർച്ചയായും അതിനല്ല. താങ്കൾ റസൂലിന്റെ ജീവിതകാലത്ത് ദൈവമാർഗത്തിൽ വ്യയം ചെയ്തതിന് പകരമായിട്ടാണ് ബൈത്തുൽ മാലിൽ നിന്ന് ഈ ധനം വാങ്ങിയതെന്ന് കരുതിയാണ് ഞാൻ കരയുന്നത്. അള്ളാഹുവിനെ കൊണ്ട് സത്യം, താങ്കൾ അദ്ദേഹത്തിന് 100 ദിർഹം നൽകുകയാണെങ്കിൽ തീർച്ചയായും അത് തന്നെ വളരെ അധികമാകുമായിരുന്നു. നിങ്ങൾ അയാൾക്ക് ഒരു 100 ദിർഹം കൊടുക്കായിരുന്നില്ലേ? അതന്നെ അധികമാണ് എന്റെ അഭിപ്രായം. അങ്ങനത്തെ ആൾക്ക് നിങ്ങൾ 2 ലക്ഷം കൊടുത്തില്ലേ? അങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ എന്ന് അന്നത്തെ ട്രസ്റ്റിന്റെ ഖജനാവ് സൂക്ഷിപ്പുകാരനായിരുന്ന ആര്? സെയ്ദ് റളിയല്ലാഹു തആല അൻഹു സെയ്ദ് ബിൻ അർഖം വന്ന് ചോദ്യം ചെയ്തു. ആരെ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ കൊടുത്തീന് അദ്ദേഹം ചോദ്യം ചെയ്തു. ഖലീഫയുടെ കുടുംബത്തിന് മുസ്ലിംകളുടെ പൊതുമുതലിൽ നിന്ന് ഇത്രയും വലിയ സഹായം ചെയ്തത് അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉസ്മാന് ദേഷ്യമാണ് വന്നത്. ചോദ്യം ചെയ്യാൻ വന്നത് ഇഷ്ടായില്ല. ഖജാൻജി വന്ന് ചോദ്യം ചെയ്തു. ആരോട്? ഉസ്മാൻ ബിൻ അഫ്ഫാനോട്. എന്താ, നിങ്ങളെ സ്വത്തുന്നല്ലോ, പൊതു ഖജനാവിൽ നിന്ന് 2 ലക്ഷം ദിർഹം ഇങ്ങനെ എടുത്തു കൊടുക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? അത് അനുവദനീയമല്ലല്ലോ എന്ന് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ചോദിച്ച ആളോട് ദേഷ്യമാവുന്നത്. ഈർഷ്യഭാവത്തിൽ അദ്ദേഹം പറഞ്ഞു, സെയ്ദ് ബിൻ അർഖം, താക്കോല് താഴെയിട്ടേക്കൂ, നമുക്ക് മറ്റു വല്ലവരെയും കിട്ടും. ഖജാൻജിനോട് പറഞ്ഞു, എനിക്ക് പണിയില്ലെങ്കിൽ പണിക്ക് പോയിക്കോ, താക്കോൽ അവിടെ വെച്ചോ, ചാവി അവിടെ ഇട്ട് പോയിക്കോ, എനിക്ക് ട്രഷറി നോക്കേണ്ട പണിക്ക്, ഖജാൻജി പണിക്ക് വേറെ ആളെ കിട്ടുന്നതാണ്. ട്രഷറായിട്ട് എനിക്ക് വേറെ ആളുണ്ട്, എനിക്ക് പറ്റൂലെങ്കിൽ ചാവി എടുത്ത് പോയിക്കോ. നമ്മളിൽ പറയുന്ന വണ്ടി ഓടിക്കാൻ ഡ്രൈവർക്ക് ഇങ്ങനെ പറ്റില്ല, ചാവി എടുത്ത് പോയിക്കോ, എനിക്ക് വേറെ ഡ്രൈവറെ കിട്ടും. അക്കോലത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പൊതു സ്വത്തിൽ നിന്ന് 2 ലക്ഷം ദിർഹം മരുമകന് കൊടുത്തതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ചെന്ന അബൂ ദർ റളിയല്ലാഹു തആല അൻഹുവിനെ സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു തആല അൻഹുവിനോട് എന്ത് പറഞ്ഞു? ദേഷ്യം പിടിച്ചിട്ട്, ഞാൻ അങ്ങനെയൊക്കെ തന്നെ ഇനിയും ചെയ്യാം, എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പണിയെടുത്തോ, ഇല്ലെങ്കിൽ ചാവി അവിടത്ത് പോയിക്കോ, എനിക്ക് വേറെ ആളെ കിട്ടുന്നു. എന്തൊരു ധിക്കാരത്തിന്റെ വർത്തമാനാണ്! ആരാത് പറഞ്ഞത്? ഉസ്മാൻ ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗത്തിലാണ്. അള്ളാഹുവിന്റെ റസൂൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട അബൂബക്കറും ഫിൽ ജന്ന, ഉമർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, സഅദും ഫിൽ ജന്ന, സഈദും ഫിൽ ജന്ന എന്നിങ്ങനെ സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുള്ള മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 2 പെൺമക്കളെ ഒരാളുടെ മരണശേഷം മറ്റൊരാളെ എന്ന നിലക്ക് വിവാഹം കഴിച്ചതുകൊണ്ട് ദുന്നൂറൈൻ, 2 പ്രകാശത്തിന്റെ ഉടമ എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്ന എല്ലാ ആളുകളും കണ്ടാൽ വളരെയേറെ ബഹുമാനം കാണിച്ചിരുന്ന മലക്കുകൾക്ക് പോലും വളരെയേറെ ബഹുമാനമായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളോടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വന്തം കുടുംബത്തിലെ ആളുകൾക്ക് പൊതുസത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് എടുത്തു കൊടുത്തു എന്ന് മാത്രമല്ല, ചോദ്യം ചെയ്യാൻ വന്നവനോട് പറഞ്ഞു, സൗകര്യം ഉണ്ടെങ്കിൽ പണിയെടുത്തോ, ഇല്ലെങ്കിൽ ചാവി വെച്ച് മടങ്ങിപ്പോയിക്കോ, ഞങ്ങൾക്ക് വേറെ ആളെ കിട്ടും. ഇത് ജമാഅത്തുകാർ അംഗീകരിക്കുന്നുണ്ടോ?
ജമാഅത്തെ ഇസ്ലാമിക്കാർ ഈ വരി അംഗീകരിക്കുന്നുണ്ടോ? രണ്ടാലൊന്ന് ജമാഅത്തുകാർ പറഞ്ഞേ പറ്റൂ. ഒന്നുകിൽ ഞങ്ങൾ ഈ വരി അംഗീകരിക്കുന്നുണ്ട് എന്ന് പറയണം. ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥിതി വളരെ ബേജാറാണ്, പരലോക കാര്യം വളരെ കഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനെ സംബന്ധിച്ച് നിങ്ങൾ ഇത്തോതിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യം വളരെ കഷ്ടമാണെന്ന് പറയേണ്ടി വന്നിരിക്കുന്നു. ഇനി അതല്ല നിങ്ങൾക്ക് യോജിപ്പില്ലെന്നാണോ, അത് സയ്യിദ് ഖുത്ബിന്റെ അഭിപ്രായമാണെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? എങ്കിൽ നിങ്ങൾ ഈ പുസ്തകം പിൻവലിച്ചോ. ഈ പുസ്തകം വിറ്റുകൊണ്ട് കാശുണ്ടാക്കിയിട്ട് ഹറാമിന്റെ മുതല് കൊണ്ട് പാർട്ടി വളർത്തുന്ന ജമാഅത്തുകാരോട് പറയട്ടെ, ഈ പുസ്തകം വിറ്റുകൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാരെ വളരെയേറെ രൂപത്തിലുള്ള സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന നേതാക്കളായി പരിചയപ്പെടുത്തുന്ന ഈ പുസ്തകം ഇനിയും നിങ്ങൾ വിറ്റ് നടക്കുന്നതിൽ നിങ്ങൾക്ക് എന്തൊരു രൂപത്തിലുള്ള മനസ്സാക്ഷിക്കുത്തില്ലായ്മയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഉസ്മാന്റെ ഇത്തരം വിശാലമായ ധനസഹായങ്ങളെ കുറിക്കുന്ന വേറെയും സംഭവങ്ങളുണ്ട്. ഒരാൾക്ക് മാത്രമല്ല ഉസ്മാൻ വാരിക്കോരി കൊടുത്തത്, സ്വന്തക്കാരായ ആളുകൾക്ക് ഉസ്മാൻ എത്രയാ കൊടുത്തത് എന്ന് കേൾക്കണോ? ഒരിക്കൽ സുബൈറിന് 6 ലക്ഷവും ത്വൽഹക്ക് 2 ലക്ഷവും മർവാൻ ഇബ്നുൽ ഹക്കമിന് ആഫ്രിക്കയിൽ നിന്നുള്ള നികുതി ആദായത്തിന്റെ 1/5 ഭാഗവും അദ്ദേഹം ദാനമായി നൽകി. വാരിക്കോരി കൊടുക്കാൻ 6 ലക്ഷം 4 ലക്ഷം 2 ലക്ഷത്തെ പൊതു സ്വത്തിൽ നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കുടുംബത്തിന് വാരിക്കോരി കൊടുക്കാണ്. എവിടുന്ന് കിട്ടി ഈ കള്ളക്കടകൾ നിങ്ങൾക്ക്? എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ ചരിത്രങ്ങൾ? ഇനിയും നോക്കൂ, നിങ്ങൾ സാമ്പത്തിക രംഗത്തിൽ മാത്രമല്ല കുടുംബക്കാരെ തിരികെ എത്തിയത്, സാമ്പത്തിക രംഗം വിട്ട് ഉദ്യോഗ മണ്ഡലത്തിലേക്ക് കടന്നാലും സ്ഥിതി ഭിന്നമായിരുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സ്വന്തം കുടുംബക്കാർക്ക് പണം മാത്രമല്ല കൊടുത്തത്, ഉയർന്ന ഉദ്യോഗങ്ങളിലും അവരെ തന്നെയാണ് അദ്ദേഹം നിയമിച്ചതത്രേ. ഈ പുസ്തകത്തിന്റെ 284, 285 പേജുകളിൽ കാണാം. സാമ്പത്തിക രംഗം വിട്ട് ഉദ്യോഗ മണ്ഡലത്തിലേക്ക് കടന്നാലും സ്ഥിതി ഭിന്നമായിരുന്നില്ല. ഉസ്മാന്റെ അടുത്ത ബന്ധുക്കൾക്ക് ഉദ്യോഗങ്ങൾ ധാരാളം ലഭിച്ചു. ഉസ്മാന്റെ അടുത്ത ബന്ധുക്കൾക്ക് ധാരാളം ഉദ്യോഗങ്ങൾ ലഭിച്ചു. ഉദാഹരണമായി മുആവിയയെ എടുക്കാം. അദ്ദേഹത്തിന്റെ ആധിപത്യ സീമ വിപുലപ്പെടുത്തുന്നതിൽ അത്യധികം ഉദാരശീലനായിരുന്നു ഉസ്മാൻ. മുആവിയയെ ഇത്ര പൊക്കിയത് ഉസ്മാനാണെന്നാ പറയുന്നത്. ഫലസ്തീനും ഹിംസും അദ്ദേഹം മുആവിയയുടെ ഭരണപരിധിയിലേക്ക് ചേർത്തു. അദ്ദേഹത്തെ 4 സൈനിക വിഭാഗങ്ങളുടെ കമാൻഡറാക്കുകയും ചെയ്തു. അങ്ങനെ സമ്പത്തും സൈന്യവും കൈയടക്കി വെക്കാൻ അവസരം ലഭിച്ചത് കാരണം അലിയുടെ ഭരണകാലത്ത് ഖിലാഫത്തിന്റെ പേരിൽ അവകാശവാദം ഉന്നയിക്കാൻ അത് മുആവിയയെ ദൃഷ്ടനാക്കി. ഉസ്മാൻ സ്ഥാനം നൽകി ആദരിച്ചവരുടെ കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടി അകറ്റിയ ഹക്കമു ബിനുൽ ആസും ഉൾപ്പെടും. റസൂലുള്ള ആട്ടിയോടിച്ച ഹക്കമു ബിനുൽ ആസിനെപ്പോലും ഉസ്മാൻ ഉദ്യോഗം നൽകി ആദരിച്ചു എന്നായി പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വേദനയോടുകൂടിയല്ലാതെ ഇത് വായിക്കാൻ കഴിയില്ല. പക്ഷേ ഇതിലുള്ളത് അതുപോലെ തന്നെ വായിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. ഇനിയും കേട്ടോ, ഉസ്മാൻ അദ്ദേഹത്തിന് അഭയം നൽകുകയും അദ്ദേഹത്തിന്റെ പുത്രൻ മർവാൻ ഇബ്നുൽ ഹക്കമിനെ മന്ത്രിയാക്കി നിയമിക്കുകയും ചെയ്തു. ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കിയേക്കാവുന്ന ഉസ്മാന്റെ ഇത്തരം ചെയ്തികൾ സഹാബികൾ കാലേ കൂട്ടി നോക്കിക്കണ്ടു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ ചെയ്തികൾ സഹാബിമാര് മുമ്പേ നോക്കിക്കണ്ടു, ഉപദേശിക്കാൻ നോക്കി. ഉപദേശിച്ചപ്പോഴൊന്നും ഉസ്മാൻ നേരെയാവില്ല. ഉപദേശിച്ചവരോടൊക്കെ തട്ടിക്കയറുന്ന പ്രകൃതമായി പോയി. ഉപദേശിച്ചവരുടെയൊന്നും ഉപദേശങ്ങളെ കേൾക്കാൻ അദ്ദേഹം തയ്യാറായില്ല. നിങ്ങൾ നോക്കൂ, ഇനിയും നിങ്ങൾ കേൾക്കേണ്ടതാണ്. സ്വന്തക്കാരെ സ്വത്ത് നൽകിയിട്ട് അദ്ദേഹം സമ്പന്നരാക്കിയതിന്റെ ഉദാഹരണങ്ങൾ കേൾക്കണോ? ഈ പുസ്തകത്തിന്റെ 318 പേജിൽ നിന്ന് വായിക്കട്ടെ. വളരെ വ്യക്തമായി സയ്യിദ് ഖുത്ബ് എഴുതുകയാണെന്ന്. ദാനവിതരണം വിവേചനത്തോടുകൂടി തുടരുകയും ചെയ്തു. അതുമാത്രമല്ല അന്ന് സംഭവിച്ചത്, ജനങ്ങൾക്ക് അദ്ദേഹം നിർലോഭം ദാനം നൽകി. തന്നിമിത്തം പണക്കാർ കൂടുതൽ പണക്കാരായി, പാവങ്ങൾ കൂടുതൽ പാവങ്ങളും. റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായ അബദ്ധങ്ങളാത്രൊക്കെ. അദ്ദേഹം പണക്കാർക്ക് കൂടുതൽ അങ്ങ് കൊടുത്തു. അപ്പൊ ഒരു കൂടുതൽ പണക്കാരായി, പാവങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല. അപ്പൊ പാവങ്ങൾ എന്ത് ചെയ്തു? കൂടുതൽ പാവങ്ങളായി. സമ്പത്തിൽ യാതൊരു കുറവുമില്ലാത്തവർക്ക് അദ്ദേഹം ഭീമമായ സംഖ്യകൾ ദാനം ചെയ്തു. മൂലധനവുമായി വ്യാപാരാർത്ഥം വിവിധ നാടുകളിൽ ചുറ്റിത്തിരിയാൻ ഖുറൈശികൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അവർ കച്ചവടം ചെയ്ത് സമ്പത്ത് ഇരട്ടിക്കിരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു.
പണക്കാർക്ക് ഇറാഖിലെ സവാദ് മേഖലയിലും മറ്റിടങ്ങളിലും നിലങ്ങളും കിടപ്പാടങ്ങളും വാങ്ങുവാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അനുവാദം കൊടുത്തു. തൽഫലമായി ഉസ്മാന്റെ അവസാന കാലമായപ്പോഴേക്കും ഇസ്ലാമിക സമൂഹത്തിൽ സാമ്പത്തിക കുത്തകക്കാരും പണക്കൊഴുപ്പുള്ള മുതലാളിമാരും നിലവിൽ വന്നു. ഉസ്മാൻ ഭരണം കയ്യേറ്റതോടെ ഖുറൈശികൾക്ക് ഭൂമിയിൽ യഥേഷ്ടം ചുറ്റിത്തിരിയാൻ സ്വാതന്ത്ര്യം നൽകപ്പെട്ടു. മാത്രമല്ല അദ്ദേഹം അവരിൽ ചിലർക്ക് ലക്ഷക്കണക്കിൽ ദിർഹമുകൾ ദാനം നൽകിക്കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ പോയി പാർപ്പുറപ്പിക്കാനും നിലങ്ങൾ കൈവശപ്പെടുത്താനും സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, കേട്ടുനോക്കൂ നിങ്ങൾ. മുസ്ലിങ്ങളോടുള്ള വിശിഷ്യ അവരിൽ പ്രമുഖന്മാരോടുള്ള തന്മനോഭാവത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പേരിലാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അപ്രകാരം ചെയ്തതെന്നതിൽ സംശയമില്ല. പക്ഷേ അബൂബക്കറും ഉമറും കാലെ കൂട്ടി ഭയപ്പെട്ടിരുന്ന വമ്പിച്ച വിനകൾ അതുകൊണ്ടുണ്ടായി തീരുക തന്നെ ചെയ്തു. ഇസ്ലാമിക സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ ഗുരുതരമായ സാമ്പത്തിക സമത്വങ്ങൾക്കും ഉച്ചനീചത്വങ്ങൾക്കും അത് കാരണമായി. പ്രത്യേകമായ അധ്വാനമോ പ്രയത്നമോ വിനിയോഗിക്കാതെ അനായാസേന നാനാഭാഗത്തു നിന്നും സമ്പത്തുകൾ വന്നടിഞ്ഞുകൊണ്ടിരുന്ന ഒരു കുബേരവർഗത്തിന് ജന്മം നൽകി. അങ്ങനെ ഇത്രയുമായപ്പോൾ മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് പണക്കാർ ഇതൊക്കെ പണക്കാരാക്കി മാറ്റി. ആര്? ഒക്കെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഇവർക്ക് ഇങ്ങനെ കൊടുത്ത് അവരെങ്ങനെ പണക്കാരാക്കി മാറ്റിയെന്നാണ്. തീർന്നിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു? ഇത് ചോദ്യം ചെയ്യാൻ ചെന്നു വേറെ ആര്? അബൂദർ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി ഇതിനെ ചോദ്യം ചെയ്തു. അതിനെ ചോദ്യം ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹം എന്തു ചെയ്തു? ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കാത്ത ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെ അബൂദർ റളിയല്ലാഹു തആല അൻഹു ചോദ്യം ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെതിരെ ഞാനിനി പ്രസംഗിച്ചു നടക്കും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെതിരെ അബൂദർ റളിയല്ലാഹു തആല അൻഹു ഇതൊക്കെ പ്രസംഗിച്ചു നടക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറയട്ടെ, ഇതിന്റെ 322 പേജിൽ കാണാം, മുആവിയക്കോ മർവാനോ രുചിക്കുന്നതായിരുന്നില്ല അബൂദറിന്റെ പ്രബോധനം. അവർ ഉസ്മാന്റെ അടുക്കൽ പറ്റിക്കൂടി അദ്ദേഹത്തെ പറഞ്ഞ് പാട്ടിലാക്കി. ഒടുവിൽ ഉസ്മാൻ അവർക്ക് വഴങ്ങിക്കൊടുത്തു. അങ്ങനെ എല്ലാ കലാപകാരികൾക്കും തോന്നിയാസികൾക്കൊക്കെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വഴങ്ങിക്കൊടുത്തു. തന്നെയുമല്ല, സഹാബിമാർക്ക് കൊടുത്തതിന്റെ കണക്ക് നോക്കൂ. ഉസ്മാന്റെ ഭരണകാലത്ത് സഹാബിമാര് വളരെയധികം സ്വത്തുക്കളും നിലങ്ങളും സംഭവിച്ചു. സഹാബിമാർ നല്ലോണം പണം ഉണ്ടാക്കി. ആരുടെ കാലത്ത്? ഉസ്മാന്റെ ഭരണകാലത്ത്. രക്തസാക്ഷിത്വം വരിക്കുമ്പോൾ ഉസ്മാന് തന്റെ ഖജാന സൂക്ഷിപ്പുകാരന്റെ പക്കൽ 1.5 ലക്ഷം ദീനാറും 10 ലക്ഷം ദിർഹമും കയ്യിരിപ്പുണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആസ്തിയാറ് പൊതു സ്വത്ത് എടുത്തിട്ടേ എത്ര കയ്യിരിപ്പ്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മരിക്കുമ്പോ അദ്ദേഹത്തിന്റെ പക്കൽ എത്രയാണുള്ളത്? 1.5 ലക്ഷം ദീനാറും 10 ലക്ഷം ദിർഹമും. വാദിൽ ഖുറായിലും ഹുനൈനിലും മറ്റുമായി 1 ലക്ഷം ദീനാറ് വിലക്കുള്ള ഭൂസത്തുക്കളും പുറമെ ധാരാളം കുതിരകളും ഒട്ടകങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. സഹാബിമാരുടെ ആസ്തിയായി പറയുന്നത്, മരണവേളയിൽ സുബൈർ ഉപേക്ഷിച്ചിട്ട ഒറ്റ നിലത്തിന്റെ വില തന്നെ ഏകദേശം 50,000 ദീനാറായിരുന്നു. മരിക്കുമ്പോൾ 1000 കുതിരകളും 1000 അടിമകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇറാനിൽ നിന്നുള്ള ത്വൽഹയുടെ വരുമാനം പ്രതിദിനം 1000 ദീനാറായിരുന്നു. ഡെയിലി 1000 ദീനാർ വരുമാനമുള്ള സഹാബി ആര്? ത്വൽഹ റളിയല്ലാഹു അൻഹു. സ്വർഗത്തിലാണ് പറഞ്ഞ ആളാട്ടോ. ത്വൽഹ സ്വർഗത്തിലാണ്. അതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് തന്നെ സറാത്ത് ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ ആലയിൽ 1000 കുതിരകളും 1000 ഒട്ടകങ്ങളും 10,000 ആടുകളും ഉണ്ടായിരുന്നു. മരണശേഷം അദ്ദേഹത്തിന്റെ സ്വത്ത് പകുത്തുവെച്ചതിൽ 4 ഓഹരി തന്നെ 84,000 ആയിരുന്നു ഭൂസ്വത്തുക്കൾ കൂടാതെ. സെയ്ദ് ബിൻ സാബിത്ത്. ആരാ സെയ്ദ് ബിൻ സാബിത്ത്? റസൂലുള്ളാഹിയുടെ വഹി എഴുതി വെച്ചിരുന്ന സെയ്ദ് ബിൻ സാബിത്ത്, ഖുർആൻ എഴുതി വെച്ചിരുന്ന സെയ്ദ് ബിൻ സാബിത്ത്. സെയ്ദ് ബിൻ സാബിത്ത് വിട്ടുവെച്ചുപോയ സ്വർണ്ണ വെള്ളിക്കത്തികൾ കോടാലി കൊണ്ട് വെട്ടിമുറിക്കാൻ മാത്രം വലുതായിരുന്നു അത്രേ. കോടാലി കൊണ്ട് വെട്ടിമുറിക്കാൻ മാത്രം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്വത്ത്. ഇതൊക്കെ എവിടുന്ന് കിട്ടി? ഇങ്ങനെ കൊടുത്തിട്ട് സ്വന്തക്കാർക്ക് കൊടുത്ത് തരിച്ചു കൊഴിപ്പിച്ചതാണ്. സുബൈർ ബസറയിൽ ഒരു ഭവനം പണിയിച്ചു. അതേപ്രകാരം ഈജിപ്തിലും കൂഫയിലും അലക്സാണ്ട്രിയയിലും അദ്ദേഹത്തിന് ഭവനങ്ങളുണ്ടായിരുന്നു. കൂഫയിൽ ത്വൽഹ ഒരു ബംഗ്ലാവ് പണിതു. ഇഷ്ടികയും കുമ്മായവും തേക്കുതടികളും കൊണ്ട് അദ്ദേഹം മദീനയിലും മറ്റൊരു ഭവനം നിർമ്മിച്ചു. സഅദ് ഇബ്നു അബീ വഖാസ്, അതൊക്കെ സഹാബി കേട്ടോ.
സഅദ് ഇബ്നു അബീ വഖാസ് അഖീഖിൽ ഒരു മണിമേടയുണ്ടാക്കി. അതിന്റെ മേൽപ്പുര വളരെയധികം ഉയർന്നതും വരാന്ത അത്യന്തം വിശാലമായതും ഉയർന്ന കുബ്ബകളോട് കൂടിയതുമായിരുന്നു. മദീനയിൽ മിഖ്ദാദ് ഒരു ബംഗ്ലാവ് നിർമ്മിച്ചു. അതിന്റെ അകവും പുറവും ഒരുപോലെ കുമ്മായം തേച്ച് മിനുക്കിയിരുന്നു. 50,000 ദീനാറും ഒരു നിലവും 3 ലക്ഷം ദിർഹം വിലക്കുള്ള മറ്റു വസ്തുക്കളും ഉപേക്ഷിച്ചിട്ടുകൊണ്ടാണ് ഈ അലമിന് മുനബ്ബഹ് മൃതിയടഞ്ഞത്. ഇതൊക്കെ എന്തേ? നല്ലോണം ഉസ്മാൻ പൊതുഖജനാവ് നിർത്താൻ കൊടുത്തതാണ്. ഒരു സാധാരണക്കാരനെ പറ്റി നമുക്കത് പറയാൻ പറ്റുമോ? ആ കാഴ്ചപ്പാടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പോയി പറഞ്ഞുകൂട്ടിയത്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്ത് എന്തായി? എല്ലാ നിലക്കും സഹാബിമാർക്ക് ഇഷ്ടം പോലെ കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മുടെ സയ്യിദ് കുത്തുബുണ്ടല്ലോ, ഈ പുസ്തകം എഴുതിയ സയ്യിദ് കുത്തുബ്, മൂപ്പര് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്തെ അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഖത്താബിന്റെയും ശേഷം മൂന്നാമതായിട്ട് എണ്ണാൻ പോലും മൂപ്പർക്ക് മനസ്സ് വരുന്നില്ല. എനിക്കതും തോന്നുന്നില്ല എന്ന് പറയുന്നു മൂപ്പര്. അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഖത്താബിന്റെയും ശേഷം ഞാൻ എണ്ണുന്നത് അലിനെയാണ്. എന്താണ് അധികാരം? എന്താണ് അധികാരം? നിങ്ങൾ നോക്കൂ, ഈ പുസ്തകത്തിന്റെ 316 പേജിൽ നിങ്ങൾക്ക് കാണാം. കേട്ടോളൂ, അദ്ദേഹം തുറന്നടിച്ചിരിക്കണം. എന്താ പറഞ്ഞിരുന്നോ? ഉമറിന്റെയും അബൂബക്കറിന്റെയും ഖിലാഫത്തിന്റെ സ്വാഭാവികമായ തുടർച്ചയായിരുന്നു അലിയുടെ കാലമെന്നാണ് നമ്മുടെ പക്ഷം. മൂപ്പരെ പക്ഷം എന്താ? അല്ലാത്തൊരു പക്ഷം. എന്താ മൂപ്പരെ പക്ഷം എന്നറിയോ? ഉമറിന്റെയും അബൂബക്കറിന്റെയും ഖിലാഫത്തിന്റെ സ്വാഭാവികമായ തുടർച്ചയായിരുന്നു അലിയുടെ കാലമെന്നാണ് നമ്മുടെ പക്ഷം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തെക്കുറിച്ച് അത്ര മതിപ്പ് പോരാ. അടുത്ത വരി നോക്കൂ. മർവാൻ അധീശാധികാരം പുലർത്തിയിരുന്ന ഉസ്മാന്റെ ഭരണകാലം അവക്കിടയിലെ ഒരു ഇടവേള മാത്രമാണ്. ഞാൻ അത്രേ കാണുന്നുള്ളൂ. അബൂബക്കർ സിദ്ദീഖിന്റെ ഉമർ ഖത്താബിന്റെ അലിന്റെ അടുത്തുള്ള ഒരു ഇടവേള എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലാതെ ശരിയായൊരു ഭരണം എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് അതിനാൽ അടുത്തതായി അലിയുടെ കാലഘട്ടത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അബൂബക്കർ സിദ്ദീഖിന്റെ ഉമറിന്റെ ചരിത്രം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരുടെതാ പറയേണ്ടത്? അലിയാരുടെതാ പറയുന്നത്. അതിനുശേഷം ഉസ്മാന്റെ കാലത്തിലേക്ക് മടങ്ങാം. അതിന്റെ ശേഷം ഉസ്മാന്റെ കാലത്തിലേക്ക് മടങ്ങാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഖത്താബിന്റെയും അലിയുടെയും പോലെ ഒരു ഖുലഫാഉർ റാഷിദീങ്ങളുടെ കൂട്ടത്തിൽ പ്രഗത്ഭനായ ഒരു തികഞ്ഞ വ്യക്തിത്വമായി കാണാൻ സയ്യിദ് ഖുതുബിന്റെ തൂലികക്ക് സാധിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നോക്കണം നിങ്ങൾ. ആരാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നടന്നിരുന്ന, മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായപ്പോൾ ദാനം ചെയ്ത മഹൽ വ്യക്തിത്വമാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. മുസ്ലിമീങ്ങൾക്ക് ഒരിക്കൽ ദാഹജലം കുടിക്കാൻ കിട്ടാത്ത അവസരത്തിൽ മദീനയിൽ ഒരു ജൂതന്റെ കയ്യിലാണ് ഒരു വലിയ കിണറുള്ളത്. ആ കിണറിനാണെങ്കിൽ അയാൾ വലിയ വിലയാണ് പറയുന്നത്. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ റൂമാ കിണർ ആരെങ്കിലും വാങ്ങി ദാനം ചെയ്താൽ സ്വർഗം ഇതാ അവന് ഉറപ്പ് നൽകുന്നു. അല്ലാഹുവിന്റെ വഹയിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സംസാരിച്ചു. ഉടനെ ചാടിയടിച്ചുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ആ ജൂതന്റെ കയ്യിൽ നിന്ന് എന്ത് കൊടുത്തും ഞാനത് വാങ്ങിയിട്ട് സംഭാവന ചെയ്യാൻ ഞാൻ തയ്യാറാണ്. 40,000 ദീനാർ വില കൊടുത്തിട്ടാണ് ഒരു കിണർ വാങ്ങിയിട്ട് മുസ്ലിം സമുദായത്തിന് കുടിവെള്ളത്തിന് വേണ്ടി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ദാനം ചെയ്തത്. തബൂക്ക് യുദ്ധം നടക്കുമ്പോൾ മുസ്ലിമീങ്ങൾ വളരെ വരൾച്ചയിലും പട്ടിണിയിലും ക്ഷാമത്തിലും ബുദ്ധിമുട്ടിലും ചൂടും ഉഷ്ണവുമൊക്കെ ഉള്ള കാലഘട്ടത്തിൽ യുദ്ധസന്നാഹത്തിലേക്ക് ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ വലിയ സംഖ്യയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നൽകി സഹായിച്ചത്. എന്തെല്ലാം പോഴ്ചയുള്ള മനുഷ്യനാണ് അദ്ദേഹം. ആ മനുഷ്യനെതിരെയാണ് ആ രാജ്യത്ത് കലാപമുണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഖവാരിജികളുടെയും ജൂതനായ അബ്ദുല്ലാഹി ഇബ്നു സബയിന്റെയും നേതൃത്വത്തിൽ കലാപമുണ്ടാക്കിയിട്ട് മദീനയിൽ കലാപങ്ങൾ പറഞ്ഞു പരത്തിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അരക്കാശിന് കൊള്ളാത്ത മനുഷ്യനായി ചിത്രീകരിച്ചിട്ട് അദ്ദേഹത്തെ കൊലക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ട ജൂതായുസമുണ്ടല്ലോ, ആ ജൂതായുസത്തിന്റെ പ്രചാരകരായ സിയായുസമുണ്ടല്ലോ, ആ സിയായുസത്തിന്റെ പ്രചാരകരായി മാറിപ്പോയില്ലേ ജമാഅത്തുകാരുടെ ഈ പുസ്തകത്തിലൂടെ. നോക്കണം നിങ്ങൾ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിനെ സിദ്ദീഖുൽ അക്ബറിനെ പോലെ ഉമർ ഖത്താബിനെ പോലെ അലിയാർ തങ്ങളെ പോലെയുള്ള ഒരു പ്രൗഢമായ ഭരണകൂടമായി അംഗീകരിക്കാൻ വരെ മനസ്സില്ലാത്ത ഈ പുസ്തകം, അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. നിങ്ങൾക്കറിയില്ലേ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു താമസിക്കുന്ന വീട് വളഞ്ഞു. അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. 80 വയസ്സിലെത്തി നിൽക്കുന്ന അവസരം, പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് അക്രമികൾ വീട് വളഞ്ഞു. വീട് വളഞ്ഞിട്ട് വീട്ടിലേക്കാണ്ട് ഇരച്ചു കയറിയിട്ട്
വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കഴുത്തിലങ്ങ് വെട്ടിയിട്ട് ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിലേക്ക് രക്തമിങ്ങനെ ധാരധാരയായി തീറ്റിയടിച്ചുകൊണ്ടങ്ങ് വീഴുകയാണ് ചെയ്തത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഷഹീദായി. ആ കലാപത്തിന് തിരികൊളുത്തിയ കലാപകാരികളെ വെള്ളപൂശാൻ വേണ്ടി തൂലിക സമർപ്പിച്ച ഈ തൂലിക മാപ്പർഹിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കലാപകാരികളെ വെള്ളപൂശാൻ ഈ പുസ്തകത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞു നിങ്ങൾ കേൾപ്പിച്ചേരാ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തെ വെള്ളപൂശാനാണ് സയ്യിദ് ഖുത്ബ് ശ്രമിച്ചത്. നോക്കൂ, നിങ്ങൾ ഇതിന്റെ 288 പേജിൽ നിന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കട്ടെ. ഒടുവിൽ എന്താ പറയുന്നത്? ഉസ്മാനെതിരിൽ പ്രക്ഷോഭം കൊടുമ്പിരിക്കൊണ്ടു. ഈ വക കാരണങ്ങളാൽ നേരത്തെ പറഞ്ഞല്ലോ, കുറെ കാരണം. സ്വന്തക്കാർക്ക് ഉദ്യോഗം, സ്വന്തക്കാർക്ക് പണം, ചോദ്യം ചെയ്യാൻ വരുന്നവനെ പിരിച്ചുവിടുക, ആരെങ്കിലും ഉപദേശിക്കാൻ വന്നാൽ അംഗീകരിക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ വലിയ മറ്റുള്ള ഏതൊക്കെയോ ആളുകളുടെ കയ്യിൽ ഒതുങ്ങിയ കളിപ്പാവയായിരുന്നു അത്രേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഭരണപാഠമില്ല. മുആവിയ പറയുന്ന ആൾക്കാര് മുആവിയ പറയും പോലെ ഭരിക്കുക ഒരു പാവ ഗവൺമെന്റ് ആയിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റേതെന്ന് വരുത്തി തീർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് ആട്ടിപ്പായിച്ചവരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് സ്ഥാനമാനങ്ങൾ നൽകി ആദരിച്ചു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ എഴുതി പിടിപ്പിച്ചത്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഒടുവിൽ ഉസ്മാനെതിരിൽ പ്രക്ഷോഭം കൊടുമ്പിരിക്കൊണ്ടു. ഇയാൾ പറയണേ, ഉസ്മാനെതിരിൽ പ്രക്ഷോഭം കൊടുമ്പിരിക്കൊണ്ടു. അതിൽ സത്യവും അസത്യവും നന്മയും തിന്മയും അവ്യക്തമായി. പക്ഷേ കാര്യങ്ങൾ ഇസ്ലാമിക ദൃഷ്ട്യാ നോക്കുമ്പോൾ, ഇസ്ലാമിക ദൃഷ്ടി കൂടി നോക്കിയപ്പോ, മൂപ്പരുടെ ഇസ്ലാമിക ദൃഷ്ടി കൂടി ഇങ്ങനെ നോക്കുമ്പോ ഈ കലാപത്തെക്കുറിച്ച് എന്താ മൂപ്പരുടെ കമന്റ് കേട്ടോളൂ. പക്ഷേ കാര്യങ്ങളെ ഇസ്ലാമിക ദൃഷ്ട്യാ നോക്കുമ്പോൾ പൊതുവിൽ പ്രസ്തുത പ്രക്ഷോഭത്തിന്റെ മൂലബീജം ഇസ്ലാമിന്റെ ആന്തര ചൈതന്യത്തിൽ നിന്നുയിർക്കൊണ്ടതാണെന്ന് സമ്മതിക്കാതെ തരമില്ല. ശരിയായ ഇസ്ലാമിക തിരിച്ചിൽ നിന്നാണ് ആ കലാപം പൊട്ടിപ്പുറപ്പെട്ടതെന്നാണ്. നോക്കണമെങ്കിൽ ആ സാഹിത്യം മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞത് അതിന്റെ മൂലബീജം ഇസ്ലാമിന്റെ ആന്തര ചൈതന്യത്തിൽ നിന്ന് ഉയർക്കൊണ്ടതാണെന്ന് സമ്മതിക്കാതെ തരമില്ല. ശരിയായ റൂഹുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ സ്പിരിറ്റിൽ നിന്നാണ് വാസ്തവത്തിൽ ആർക്കെതിരെയുള്ള കലാപത്തിന്റെ ബീജം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കലാപത്തിന്റെ ബീജം. എന്നിട്ട് മൂപ്പര് പറയാണ്, ശക്തനായ ദൂതൻ ഇബ്നു സബഈന്റെ വഞ്ചന അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നത് മറക്കാതെ തന്നെ, ദൂതനായ ഇബ്നു സബഈന്റെ വഞ്ചന അതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് വേണ്ടതന്നായിരുന്നു. നോക്കണം നിങ്ങൾ, ഈ രൂപത്തിൽ വൃത്തികേട് എഴുതി പിടിപ്പിച്ചു. തന്നെയുമല്ല, എന്തേ ഇതിനൊക്കെ കാരണം? യഥാർത്ഥത്തിൽ ഇതിന്റെയൊക്കെ കാരണം എന്താ? യഥാർത്ഥത്തിൽ അതിന് കളമൊരുക്കിയത് ഉസ്മാന്റെ രാഷ്ട്രീയ നയമായിരുന്നു. ഇസ്ലാമിക രാഷ്ട്രത്തിലുടനീളം, വിശേഷിച്ച് സിറിയയിൽ അവർക്ക് നിലയുറപ്പിക്കാൻ അദ്ദേഹം അവസരം നൽകി. തന്നിമിത്തം രാജവാഴ്ച ഉറപ്പിക്കുക, ഗനീമത്ത് സ്വത്തുക്കളും മറ്റാദായ മാർഗങ്ങളും സ്വന്തമാക്കി വെക്കുക തുടങ്ങി ഇസ്ലാമിന് ഘടകവിരുദ്ധമായ അമവി സിദ്ധാന്തങ്ങൾ വേരുറക്കാനും ഇസ്ലാമിക സമൂഹത്തിന്റെ മതപരമായ ചൈതന്യത്തെ അങ്ങേയറ്റം നിർവീര്യമാക്കാനും അത് കാരണമായി. ഖലീഫത്വ ജനങ്ങൾക്ക് മുൻഗണന നൽകുന്നു, ലക്ഷക്കണക്കിൽ ദിർഹമുകൾ അവർക്ക് പാരിതോഷികങ്ങൾ നൽകുന്നു. റസൂലിന്റെ ശത്രുക്കൾക്ക് സ്ഥാനപദവി നൽകാൻ വേണ്ടി അവിടുത്തെ സഹാബി വര്യരെ സ്ഥാനഭ്രഷ്ടരാക്കുന്നു. റസൂലുള്ളാഹിയുടെ ശത്രുക്കൾക്ക് സ്ഥാനം കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹിയുടെ സഹാബിമാരെ പിരിച്ചുവിടുന്നു. ധനം ആവശ്യക്കാർക്ക് നൽകാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നതിനെയും സുഖാഡംബരങ്ങളിൽ ആറാടി കഴിയുന്നതിനെയും രൂക്ഷമായി വിമർശിച്ചതിന്റെ പേരിലും തിരുമേനി പ്രബോധനം ചെയ്ത പോലെ ധനം ചെലവഴിക്കാനും മാന്യതയും ഭയഭക്തിയും കൈക്കൊള്ളുവാനും പ്രബോധനം ചെയ്തതിന്റെ പേരിലും അബൂദറിനെ പോലുള്ളവരെ നാടുകടത്തുന്നു. അന്ന് ജനങ്ങൾക്കിടയിൽ സർവത്ര പ്രചരിച്ച ചിന്താഗതികളുടെ അത് ശരിയാവട്ടെ തെറ്റാവട്ടെ ചെറിയ ഒരു അംശം മാത്രമാണിത്. ഈ പ്രചരണങ്ങളൊക്കെ ശരിയാവട്ടെ തെറ്റാവട്ടെ, തെറ്റാന്ന് പറയാൻ ഇയാൾക്ക് കഴിയുന്നില്ല. ശരിയാവട്ടെ തെറ്റാവട്ടെ, സംഗതി അങ്ങനെ കണ്ട് ഇത്തരം ചിന്താഗതികൾ പ്രചരിക്കുമ്പോൾ ചില മനസ്സുകൾ ഇളകിവശാവുകയും ചില മനസ്സുകൾ ശിഥിലമാവുകയും ചെയ്യുക സ്വാഭാവികം മാത്രമാണ്. കലാപം ഉണ്ടായില്ലെങ്കിലേ അത്ഭുതം തോന്നും. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഇസ്ലാമിക മനസ്സാക്ഷിയുള്ളവർക്ക് വികാരം ഉണ്ടാകും, അവരുടെ മനസ്സിളകും. അതേ ഇസ്ലാമിക ചൈതന്യം കുടിക്കൊള്ളുന്ന മനസ്സുകൾ വെറുപ്പോടും പ്രതികാര ബുദ്ധിയോടും കൂടി അതിനെതിരിൽ ഇളകി വശാവും. എന്നാൽ ഇസ്ലാമിന്റെ കുപ്പായം മാത്രമണിഞ്ഞ കപടന്മാരുടെ മനസ്സിലേക്ക് അത് ആണ്ടിറങ്ങുകയില്ല. നമുക്കൊന്നും തിരിയില്ല. അവർ ഐഹിക സുഖഭോഗങ്ങളുടെ വശ്യതയിൽ ആകൃഷ്ടരാവുകയും ഒഴുക്കിനൊത്ത് മാത്രം നീന്താൻ പഠിക്കുകയും ചെയ്തവരാണ്. ഉസ്മാന്റെ അവസാന കാലത്ത് ഇതെല്ലാം സംഭവിച്ചു.
എന്തേ ഇപ്പൊ മനസ്സിലായ നിങ്ങൾക്ക്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതൊക്കെ റിവൈൻഡ് ചെയ്ത് ഈ വരികൾ കേൾക്കണം. നിങ്ങളുടെ കാസറ്റുകളിലൂടെ നിങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പുസ്തകം സംഘടിപ്പിച്ച് ഇതിലുള്ള ഓരോ വരികളും നിങ്ങൾ ആവർത്തിച്ച് കേൾക്കണം. എന്തൊക്കെ ഗൗരവമാണ് ഈ പറഞ്ഞു വിട്ടത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ, അതുപോലെയുള്ള സഹാബിമാരെ കുറിച്ച് വല്ലതും പറയാൻ ബാക്കിയുണ്ടോ? കലാപം ഉണ്ടെങ്കിൽ അത് ഇസ്ലാമിക സ്പിരിറ്റിൽ ഉണ്ടായതാണെന്നേ മൂപ്പര് പറയുന്നത്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞില്ലേ? ഈ രൂപത്തിലുള്ള ഇനിയും എത്രയോ പരാമർശങ്ങളുണ്ട് ഇതിൽ. ഈ രൂപത്തിലുള്ള കള്ളക്കഥകളൊക്കെ ഈ പുസ്തകത്തിൽ എഴുതി പിടിപ്പിച്ചു സയ്യിദ് ഖുത്ബ്. ആ പുസ്തകത്തിന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത ജമാഅത്തുകാരുടെ പുസ്തകശാലയുടെ നേതാക്കന്മാരോട് വിനയത്തോടുകൂടി ചോദിക്കട്ടെ, നിങ്ങളിത് അംഗീകരിക്കുന്നുണ്ടോ? ഈ എഴുതിയതൊക്കെ സത്യമാണോ നിങ്ങൾ പറയുന്നത്? എങ്കിൽ നിങ്ങളത് സത്യമായ സനദോടുകൂടി അത് ചരിത്രത്തിൽ നിന്ന് ഉദ്ധരിക്കണം. നിങ്ങൾക്ക് അതിന്റെ ബാധ്യതയുണ്ട്. ഞങ്ങളുടെ പുസ്തകത്തിൽ ഞങ്ങളത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് തെളിയിക്കാനും സാധിക്കുമെന്നാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്നാ കാണട്ടെ, നിങ്ങളത് തെളിയിക്ക്. അപ്പൊ കാണാം അതിന്റെ മറുപടി ബാക്കി. നിങ്ങളത് തെളിയിച്ച് എന്ത്? ഈ ചരിത്രത്തിൽ ഞങ്ങൾ എഴുതിയതൊക്കെ ശരിയാണ്, ഞങ്ങളുടെ കയ്യിൽ അതിന് രേഖയുണ്ട് എന്നാണോ ജമാഅത്തുകാരുടെ ഭാഷ്യം? എങ്കിൽ അവരത് തെളിയിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. അതല്ല, ഞങ്ങൾക്കതിനോടൊന്നും യോജിപ്പില്ല എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? എങ്കിൽ ഇനിയെങ്കിലും ദയവായി ഈ പുസ്തകം വിൽക്കുന്ന പരിപാടി അവസാനിപ്പിച്ചുകൊണ്ട് പൊതുജനത്തിന്റെ മുമ്പിൽ പരസ്യമായി മാപ്പ് പറഞ്ഞ് സർവശക്തനായ അല്ലാഹുവിനോട് ഈ പറ്റിപ്പോയ തെറ്റിൽ തൗബ ചെയ്ത് മടങ്ങുക. അതേ ജമാഅത്തുകാരുടെ മുമ്പിലുള്ള വിനയത്തോടുകൂടെ പറയുന്നത്. കാരണം ഇതിങ്ങനെ കേൾക്കുമ്പോ അത് മൗലവി പറഞ്ഞതല്ലേ, എന്റെ പ്രസംഗം കേട്ടിട്ട് ദേഷ്യം പിടിക്കല്ല ജമാഅത്തുകാർ ചെയ്യേണ്ടത്. ജമാഅത്തുകാർ ഈ സംസാരം കേട്ടിട്ട് ദേഷ്യം പിടിക്കാതെ, അവർക്കിങ്ങനെ വികാരമാകാതെ വലിയ സഹിഷ്ണുതയാണ് അവർ പറയാ. എന്ത് വിമർശനവും ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ് ഞങ്ങൾ എന്നാ പറയാ. ഇതൊന്ന് കേട്ടോക്കണം. അവര് കേൾക്കുമ്പോ അറിയാ അവരുടെ ആ സഹിഷ്ണുതാബോധവും സൗഹാർദ്ദമൊക്കെ, അവരുടെ സൗഹാർദ്ദവും സഹിഷ്ണുതാബോധമൊക്കെ അപ്പൊ കാണാ. എനിക്ക് ഒന്നേ എന്റെ പ്രിയപ്പെട്ട ജമാഅത്തുകാരോട് പറയാനുള്ളൂ, ഉറക്കം നടിക്കുന്നവരോടല്ല, ഉറങ്ങുന്നവരോട് പറയാനുണ്ടെന്ന് നിങ്ങൾ ഉണരണം. ഈ കറക്റ്റ് കമ്പനിയിൽ നിന്ന് രക്ഷപ്പെട്ടോളൂ. കാരണം സഹാബിമാരുടെ മേലാണ് ഈ കൈവച്ചിരിക്കുന്നത്. ഇത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയലാണ്. സഹാബിമാർക്കൊന്നും സംഭവിക്കാനില്ല, നിങ്ങളുടെ ആഖിറമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പുസ്തകശാലയുടെ ആളുകളോട് വിനയത്തോടുകൂടെ പറയുന്നു, ഈ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകിൽ നിങ്ങൾ സത്യമാണെന്ന് പറയണം. അത് പറയേണ്ടയില്ല. എന്താ പറയേണ്ടതുള്ളത്? ഞങ്ങളതല്ലേ അത് പ്രസിദ്ധീകരിച്ചത്. ഇനിയിപ്പോ അതൊന്ന് പറയണോന്നായിരിക്കും ഇപ്പൊ ചോദ്യം. വേണ്ട, നിങ്ങൾ അംഗീകരിച്ചാൽ മതി. അതല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലാന്നാണോ എങ്കിൽ ഉടനടി നിങ്ങൾ ഈ പുസ്തകം പിൻവലിക്കണം. ഉടനടി പിൻവലിക്കണം. എത്രാമത്തെ എഡിഷൻ പഠിച്ചങ്ങാണ്ട് പിന്നെയും പൈസ ഉണ്ടാക്കിയല്ലേ? ഞങ്ങളെ ഏറ്റവും വലിയ പുസ്തകശാല, ഞങ്ങളെ പുസ്തകശാലയെ പ്രസിദ്ധീകരിച്ചതാണ്. അംഗീകരിക്കാൻ കഴിയോ? അതുകൊണ്ട് പ്രിയപ്പെട്ട ജമാഅത്തുകാരെ, നിങ്ങൾക്ക് മനസ്സാക്ഷിക്കുത്ത് തോന്നുന്നില്ലേ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളിൽ? ഉണ്ടെങ്കിൽ നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം, ഇതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിലോ എത്രയും വേഗം നിങ്ങൾ ഇത് പിൻവലിക്കണം. വേറൊന്നും നമുക്ക് വിനയത്തോടുകൂടെ നിങ്ങളോട് പറയാനില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ സ്വഹാബിമാർ, ആ സ്വഹാബിമാരെ ചീത്ത പറഞ്ഞ് അവരെ അധിക്ഷേപിച്ചവരാണ് ശിയാക്കൾ. ആ ശിയാക്കളോടും അതുപോലെ അടക്കമുള്ള ഒരുപാട് ആളുകൾ സഹാബിമാരെ കുറിച്ച് മോശമായി സംസാരിച്ചിട്ടുണ്ട്. സഹാബിമാരെ കുറിച്ച് മോശമായി സംസാരിച്ചവരോടൊക്കെ ജമാഅത്തുകാർക്ക് വല്ലാത്തൊരു സൗഹാർദ്ദമാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഏകദേശം ഒരേ ആശയങ്ങളുള്ള ആളുകളാകുമ്പോ യോജിപ്പിലെത്തുമല്ലോ. നമുക്കിത് യോജിക്കാൻ കഴിയില്ല. യഥാർത്ഥ ഈമാനുള്ള ഒരു ജമാഅത്തുകാരന് യോജിക്കാൻ കഴിയില്ല. കാരണം അയാൾക്ക് ഇസ്ലാമികമായിട്ടൊരു പക്ഷേ അറിവില്ലായ്മ കൊണ്ട് ജമാഅത്തിന്റെ അനുഭാവിയായതായിരിക്കും. ഇങ്ങനെയൊന്നും ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ല. അപ്പൊ ഇതൊക്കെ ഒന്ന് കേട്ട് പരിശോധിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചേർന്ന പണിയല്ല. സഹാബിമാരെ സംബന്ധിച്ച് ആരെങ്കിലും അധിക്ഷേപിക്കുന്നുവെങ്കിൽ അവനോട് വെറുപ്പ് പ്രകടിപ്പിക്കലാണ് ഈമാൻ. അവരെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കലാണ് ഈമാൻ. അവരെക്കുറിച്ച് മോശമായി ഒന്നും പറയാതിരിക്കലാണ് ഈമാൻ. അവർ മനുഷ്യന്മാരാണ്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ തെറ്റുകളൊക്കെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു കഴിഞ്ഞതാണല്ലോ. അത് പിന്നീട് ജനങ്ങളുടെ മുമ്പിൽ ഇനി എന്തെങ്കിലും അവരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതും ഈ പുസ്തകത്തിൽ പറഞ്ഞ പരാമർശങ്ങളിൽ നല്ലൊരു ശതമാനം കളവാണ്. കള്ളച്ചരിത്രകാരന്മാർ എഴുതിവിട്ടിട്ടുള്ള ചരിത്രങ്ങളാണതെല്ലാം. സത്യവുമായിട്ട് അതിന്റെ ബന്ധമില്ല. സത്യവുമായിട്ട് ബന്ധമില്ല എന്നുള്ളതിന് ധാരാളം തെളിവുകൾ നമ്മുടെ കൈകളിലുണ്ട്. അതൊക്കെ വേണ്ടി വന്നാൽ ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് വിശദീകരിക്കാവുന്നതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്ലാമികമായ ഈ വിഷയത്തിൽ സഹാബിമാരോടുള്ള ഈ സമീപന രീതിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ലൈനും പോക്കും ശരിയല്ല. അതുകൊണ്ട് അവരത് തിരുത്തണം.
എന്ന് വളരെ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ, പ്രത്യേകിച്ച് മൗദൂദ് സാഹിബിന്റേതായ ഖുർആൻ തഫ്സീറുൽ ഖുർആനിൽ, അതുപോലെ തന്നെ ഹദീസുകളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തിലൊക്കെ യഥാർത്ഥമായ സലഫ് സാലിഹീങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ പാത വിട്ടുകൊണ്ടുള്ള പ്രയാണം നമുക്ക് കാണാൻ സാധിക്കും. അതിലേക്ക് കൂടി വെളിച്ചം വീശേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് ഇനിയും അതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് വേണം ഈ വിഷയം അവസാനിപ്പിക്കാൻ എന്നാണ് ഈ ഉള്ളവൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് സർവശക്തനായ അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുക, നമ്മുടേതായ പ്രവർത്തനങ്ങളിൽ ഈ നിലക്കുള്ള നമ്മുടേതായ വിശ്വാസങ്ങളിൽ ഈ നിലക്കുള്ള അബദ്ധങ്ങളും വ്യതിയാനങ്ങളും ഒന്നും വരാതെ സ്വഹാബിമാരെ സ്നേഹിക്കുന്ന, സഹാബിമാർക്കുള്ള വിലയും നിലയും കൽപ്പിക്കുന്ന, ഇസ്ലാമികമായ ആവേശം, ഇസ്ലാമികമായ ആദർശങ്ങളെ കൃത്യമായി പഠിക്കുകയും പഠിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരന്തരീക്ഷം നിലനിന്ന് കിട്ടാൻ, അങ്ങനെ തന്നെ നമ്മളെ ജീവിപ്പിച്ച് മരിപ്പിക്കാൻ സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പഴച്ചുപോയ കക്ഷികളിൽ നിന്നും നമ്മയെല്ലാം കാത്തുരക്ഷിക്കുകയും ഇസ്ലാമികമായ വിശ്വാസങ്ങളിൽ, ആചാരങ്ങളിൽ, അനുഷ്ഠാനങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം നയിച്ച് അങ്ങനെ തന്നെ മരിച്ച് സജ്ജനങ്ങളോടൊപ്പം പരലോകത്ത് സ്വർഗീയാരാമത്തിൽ ഒരുമിച്ച് ചേരാനുള്ള സൗഭാഗ്യം ലഭിക്കുവാൻ സർവശക്തനായ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു